Hello, moto. മക്കൾക്ക് ഇന്ന് സ്കൂളില്ലല്ലോ, അപ്പോൾ വെളിയിൽ വെച്ചിട്ട് ഫുഡ് വയ്ക്കാം എന്ന്. അല്ലെങ്കിൽ മക്കൾക്ക് സ്കൂളില്ലാത്ത സമയങ്ങളിൽ വെളിയിൽ വെച്ചിട്ട് തന്നെയാണ് പിന്നെ ചോറ് വയ്ക്കുന്നത് കേട്ടോ. അപ്പം ഇന്ന് നമ്മൾ ഇന്നലത്തെ മീൻകറി ഉണ്ട്. പിന്നെ ഇന്ന് പയറ് കറി എൻ്റെ ചിക്കു കുറേ ദിവസമായി പറയുന്നു പയറ് കറി വെച്ച് തരുമോ എൻ്റെ കൂട്ടുകാർ പയറ് കറി കൊണ്ടുവന്നു എന്ന് പറഞ്ഞിട്ട്. അപ്പം പിന്നെ ഞാൻ വിചാരിച്ച് ഇന്ന് പയറ് കറിയാക്കാം. അപ്പോൾ എന്തെങ്കിലും പൊരിക്കാൻ വേണ്ടിയിട്ട് മീൻ വാങ്ങാമെന്ന് വിചാരിച്ചേ. പക്ഷെ മീൻ ഭയങ്കര വിലയോടെ, അതുകൊണ്ട് ഇന്നിനി പിന്നെ മീൻ വേണ്ട. അല്ലെങ്കിൽ പിന്നെ എന്ന് മീൻ വാങ്ങിക്കുന്ന പോലെ. രാജസ്ഥാനിൽ ഒരു പെൺകുട്ടിയുടെ മരണം ഭയങ്കരമായ എന്താണ് കോളിളക്കം, തിരയിളക്കം എന്നൊക്കെ വേണമെങ്കിൽ പറയാം. അത്തരത്തിലൊരു വലിയൊരു സംഭവം നമ്മുടെ രാജസ്ഥാനിൽ നടന്നു. എല്ലാവരും അറിഞ്ഞു കാണും. ഞാൻ ഈ വീഡിയോ ചെയ്യാൻ വേണ്ടിയിട്ട് കുറേ ദിവസങ്ങളായി ചെയ്യാനിങ്ങനെ റെഡിയാവുന്നുണ്ട്. പക്ഷേ അത് ഞാനിങ്ങനെ കാര്യം പറഞ്ഞു വരുമ്പോൾ തന്നെ എൻ്റെ ഏതോ ഒരു ഭാഗത്ത് ഇങ്ങനെ ഒരു വിങ്ങൽ, ഞാൻ ആ വീഡിയോ ഓഫ് ചെയ്തിട്ട് പോകും. വീണ്ടും പെൺമക്കൾ ഉണ്ടാകണമെന്നൊന്നുമില്ല. ഒരു പെൺകുട്ടിക്ക് നേരെ ഉണ്ടാകുന്ന അതിക്രമം പെൺമക്കൾ ഉണ്ടാകണം എന്നൊന്നുമില്ല. നമ്മൾ പെണ്ണായി ജനിച്ചാൽ മാത്രം മതി. ഇനി പെണ്ണായി ജനിക്കണമെന്നുമില്ല. ആ രാജസ്ഥാനിലെ ആ കുട്ടിക്ക് നീതി കിട്ടാൻ വേണ്ടിയിട്ട് ഇറങ്ങി നടന്നത് മുഴുവൻ, അല്ലെങ്കിൽ ഇറങ്ങി പ്രവർത്തിച്ചത് മുഴുവൻ ആണുങ്ങളാണ് എന്നുള്ളത് ഭയങ്കര അതിശയിപ്പിക്കുന്ന ഒരു കാര്യമാണ്. അതായത് ഈ പെൺകുട്ടിയുടെ അവസ്ഥ എന്ന് പറയുന്നത്, പെൺകുട്ടി പഠിക്കുന്ന ഒരു കുട്ടിയായിരുന്നു. ഈ കുട്ടിയെ വെൽ പ്ലാൻഡ് ആയിട്ട് തന്നെ ഇവര് ട്രാപ്പ് ചെയ്യുകയാണ് ചെയ്തത്. ട്രാപ്പ് ചെയ്തതിന് ശേഷം അപ്പോൾ ഈ ഒരു പെൺകുട്ടിയെ വെൽ പ്ലാൻഡ് ആയിട്ട് ട്രാപ്പ് ചെയ്ത് പെൺകുട്ടിയെ ഒരു ഹോട്ടലിലേക്ക് കൊണ്ടുപോവുകയും പിന്നീട് 5 ദിവസത്തോളം 3 ഹോട്ടലുകളിൽ മാറി 13 വയസ്സ് മാത്രമേ പ്രായമുള്ളൂ. അതാണ് വേറൊരു വിഷയം. നമ്മളെല്ലാം സ്ത്രീകളായിട്ടുള്ള എല്ലാ ആൾക്കാർക്കും മനസ്സിലാകുന്ന ഒരു കാര്യമുണ്ട്. സെക്ഷൽ ലൈഫ് എന്ന് പറയുന്നത് അതുമായിട്ട് ഒന്ന് പൊരുത്തപ്പെടാൻ അവരുടെ ശരീരം പ്രാപ്തി നേടുന്നതിന് ഒരുപാട് മാസങ്ങളെടുക്കും എന്നുള്ളതാണ്. അപ്പം മാരേജ് കഴിഞ്ഞ് ഒരുപാട് മാസങ്ങൾ എടുത്തിട്ടാണ് ഒരു സെക്ഷൽ ലൈഫിലേക്ക് അവർ ആ ഒരു പ്രാപ്തി നേടിയെടുക്കുന്നത്. അപ്പം അങ്ങനെ 13 വയസ്സ് എന്ന് പറയുമ്പോൾ ആ കുട്ടി എത്രത്തോളം ചെറിയ കുട്ടിയാണ്. ഒരു പല്ലിയെയും പാറ്റയൊക്കെ കണ്ടാൽ പോലും പേടിച്ച് നിലവിളിക്കുന്ന ആ ഒരു കുട്ടിയുടെ നേർക്ക് ഇവർ കാണിച്ചിട്ടുള്ളതിനെ അക്രമം എന്നാണോ പറയേണ്ടതെന്ന് പോലും എനിക്ക് മനസ്സിലാകുന്നില്ല. അതിനെ അക്രമം എന്ന ഒരു വാക്കുകൊണ്ടല്ല അതിനെ അഭിസംബോധന ചെയ്യേണ്ടത്. അത്രയ്ക്ക് വലിയൊരു ക്രൂരതയാണ് ആ പെൺകുട്ടിയുടെ അടുത്ത് അവർ കാണിച്ചു കൂട്ടിയിരിക്കുന്നത്. പിന്നീട് ഇതിനേക്കാളും വിശേഷം ഈ കുട്ടി പ്രതിരോധിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് കുട്ടിയിൽ മയക്കുമരുന്നും മദ്യവും ഒക്കെ ഇവര് യൂസ് ചെയ്ത് എന്നുള്ളതാണ്. അപ്പം എന്തായാലും ആ ഒരു മകള് മരിച്ചു. വലിയ വിഷമം ഉണ്ടാക്കുന്ന ഒരു കാര്യം തന്നെയാണ്. മുമ്പൊരിക്കൽ എൻ്റെ മകള് സംസാരിച്ച ഒരു കാര്യം ഞാനിങ്ങനെ എൻ്റെ ഓർമ്മയിൽ ഇങ്ങനെ വന്നു. അതായത് നമ്മൾ എത്ര തന്നെ സൂക്ഷിച്ചാലും നമ്മളെ പിന്നാലെ അപകടം, അതായത് പിന്നെ ആണായിരുന്നാലും പെണ്ണായിരുന്നാലും അപകടം എപ്പോഴും നമ്മുടെ പിന്നാലെ തന്നെ ഉണ്ട്. നമ്മളെപ്പോഴും ജാഗരൂകരായി ഇരിക്കുക എന്നുള്ളതാണ്. ഈ ഒരു അപകടം വന്നു കഴിഞ്ഞാൽ അതിനെ ഏത് രീതിയിൽ നമ്മൾ പിന്നെ അതിനെ നമ്മൾ ഉൾക്കൊള്ളും, അല്ലെങ്കിൽ അതിനെ എങ്ങനെ നമ്മൾ പ്രതിരോധിക്കും എന്നുള്ളതാണ് നമ്മൾ നമ്മുടെ മക്കളെ പഠിപ്പിച്ചു കൊടുക്കേണ്ടത് എന്ന് എനിക്ക് തോന്നുന്നു. കാരണം അപകടം ഏതൊരു സമയത്തും മനുഷ്യന് ഉണ്ടാകുന്നതാണ്. ഒരു ദിവസം എൻ്റെ മകൾ എൻ്റെ അടുത്ത് പറഞ്ഞു, ഉമ്മച്ചി നമ്മൾ രാത്രിയിൽ യാത്ര ചെയ്യുക എന്നുള്ളത് അത് നമ്മുടെ അവകാശങ്ങളിൽ പെടുന്നതല്ലേ, പിന്നെ എന്തിനാണ് എല്ലാവരും ഇങ്ങനെ രാത്രിയെ ഭയക്കുന്നത്, അല്ലെങ്കിൽ രാത്രി പുറത്തിറങ്ങുന്നതിനെ ഭയക്കുന്നത്, നമ്മൾ എന്തുകൊണ്ട് രാത്രിയിൽ പുറത്തു പോകുന്നില്ല? എൻ്റെ ഫാമിലിയുടെ ഒരു അവസ്ഥ എന്ന് പറയുന്നത്, ഞങ്ങൾ സന്ധ്യ ആയി കഴിഞ്ഞാൽ, മഗ്‌രിബ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞങ്ങൾ പുറത്തൊന്നും ഒരു കാര്യത്തിനും പോകാറില്ല. ഇനി എന്തെങ്കിലും കാര്യത്തിന് നമ്മൾ പോകണമെങ്കിൽ അത്രയും ഒഴിച്ചുകൂടാൻ പറ്റാത്തൊരു കാര്യമാണെങ്കിൽ മാത്രമാണ് നമ്മൾ പോകുന്നത്. അത് ഈ ലോകത്തെ ഭയന്നിട്ട് അങ്ങനെയൊന്നും അല്ല.
അത് ആ ഒരു ചിട്ടയിൽ തന്നെയാണ് ഞാൻ എൻ്റെ ഫാമിലീനെ കൊണ്ടുവരുന്നതും ആ ഒരു രീതിയിൽ തന്നെയാണ് അവർ വളർന്ന് വരുന്നതും. അപ്പോൾ ആ ഒരു കാര്യം കൊണ്ടായിരിക്കാം എൻ്റെ മോൾ അങ്ങനെ ചോദിച്ചത്. പിന്നെ ഞാൻ എൻ്റെ മോളടുത്ത് പറഞ്ഞത്, നമുക്ക് ഇപ്പോൾ രാത്രിയിൽ യാത്ര ചെയ്യാം, ഓക്കെ, പക്ഷെ പട്ടാപ്പകല് പോലും അക്രമം ചെയ്യാൻ വേണ്ടിയിട്ട് ഒരാൾ തയ്യാറെടുത്തിട്ട് ഞാൻ അക്രമം ചെയ്യും എന്ന് പറഞ്ഞ് വരുന്ന ഒരാളിനെ നമുക്ക് തടയാൻ വേണ്ടിയിട്ട് പറ്റൂല. അയാൾ ആക്രമിക്കാൻ റെഡി ആയിട്ടാണ് വരുന്നത്. അപ്പോൾ രാത്രി എന്ന് പറയുന്നത് അത് ഭയങ്കര മറയുള്ള സമയമാണ്. അതായത് പകൽ പോലെ നമുക്ക് അത്രയും ദൂരങ്ങൾ കാണാൻ വേണ്ടിയിട്ട് പറ്റൂല. ആ ഭാഗത്ത് ചിലപ്പോൾ വെട്ടം ഉണ്ടാവണമെന്നില്ല. അപ്പോൾ ഇരുട്ടിൻ്റെ മറവിൽ എന്തും നമുക്ക് സംഭവിച്ചേക്കാം. അപ്പോൾ അതുകൊണ്ടായിരിക്കാം മുമ്പുള്ളവർ ഇങ്ങനെ രാത്രികളിൽ പുറത്തിറങ്ങരുത് എന്നൊക്കെ പറയുന്നത്. അപ്പോൾ വെല്ലുവിളിച്ചും കൊണ്ട് ചില ആൾക്കാരൊക്കെ പുറത്തിറങ്ങിയും പിന്നെ ഞങ്ങൾ ഇറങ്ങി നടന്നാൽ ഇങ്ങനെ എന്ത് സംഭവിച്ചു, ഒന്നും സംഭവിച്ചില്ല എന്തൊക്കെ പറഞ്ഞാലും സംഭവം നമ്മുടെ ജീവിതത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ അത് നമ്മൾ നോറ്റ് കൊണ്ടു നടക്കണം, അല്ലെങ്കിൽ സഹിക്കണം എന്നുള്ള ഒരു അവസ്ഥ തന്നെയാണ്. അപ്പം നമ്മളെ സൂക്ഷിക്കുക, നമ്മൾ ആ കാര്യങ്ങളിലോട്ട് ചെന്ന് പെടാതിരിക്കുക. ഇപ്പോൾ ഈ 13 വയസ്സുള്ള ഒരു പെൺകുട്ടീനെ തന്നെ ട്രാപ്പ് ചെയ്ത് വെൽ പ്ലാൻഡ് ആയിട്ട് അവരെ ആ കുട്ടീനെ ട്രാപ്പ് ചെയ്ത് കൊണ്ടുപോവുകയാണ് ചെയ്തത്. അപ്പോൾ അവിടെ ജാഗരൂകരായിട്ട് ഇരിക്കുക എന്നുള്ളത് മക്കളെ പഠിപ്പിക്കുക എന്നുള്ളതല്ലാതെ വേറൊരു നിർവാഹവും ഇല്ല. അത് കഴിഞ്ഞ് എന്തായാലും ആ ഒരു 3 ഹോട്ടലും ആ ആളുകൾ പിന്നെ തല്ലി പൊട്ടിച്ചു. പിന്നെ ആ ആളുകളെ കെട്ടിയിട്ടടിക്കുന്നതായിട്ടാണോ ഒരു വീഡിയോ പബ്ലിക് ആയിട്ടുണ്ട്. ഈ കാര്യം ചെയ്ത ആ ആളുകളെ ഒരു കയറി തന്നെ കെട്ടിയിട്ടിട്ട് ആളുകൾ അടിക്കുന്നതായിട്ട്. പക്ഷെ ആ വീഡിയോകളിലും ആണുങ്ങളാണ് അവരെ അടിക്കുകയും ഒക്കെ ചെയ്യുന്നത്. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കണം, മക്കളെ പ്രസവിച്ച സ്ത്രീകൾ അല്ലെങ്കിൽ പെൺകുട്ടികൾ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ആ വേദന വരൂ എന്നൊന്നും പറയുന്നത് കൊണ്ട് കാര്യമില്ല. വേദന എപ്പോഴും വേദന തന്നെയാണ്. അത് മറ്റുള്ളവൻ്റെതായാലും നമ്മൾ പോലും അറിയാതെ നമ്മൾ ആ വേദനയിലോട്ട് ചെന്നടുക്കാറുണ്ട്. അയ്യോ, എന്നാലും ആ കുട്ടീനെ നമ്മൾ ആരും കണ്ടിട്ടുമില്ല, കേട്ടിട്ടുമില്ല. ആ കുട്ടി നമ്മൾ ആരും അല്ല. എന്നിട്ട് പോലും ആ കുട്ടിയുടെ ആ കരച്ചിലും ആ സംസാരവും നമ്മളെ ഒരുപാട് വിഷമിപ്പിച്ച് ആ കുട്ടി മരണപ്പെട്ടു എന്നറിഞ്ഞത് അതിനുശേഷമാണ് ഞാൻ ആ വീഡിയോ ശരിക്കും കാണുന്നത്. അപ്പോൾ വലിയ വിഷമം തന്നെയാണ്. അപ്പം ഇത് സത്യത്തിൽ നമ്മുടെ നാട്ടിലും ദിനം പ്രതി നടക്കുന്ന ഒരു സംഭവം തന്നെയാണ്. അതായത് കുട്ടികളെന്നില്ല, വലിയവരെന്നില്ല, അവരെ സെക്ഷുവലി വലിച്ചു കീറുന്ന അല്ലെങ്കിൽ സെക്ഷുവലി അവരുടെ മെൻ്റൽ പവറിനനുസരിച്ചിട്ട് അവർ ആ കുട്ടികളെ വലിച്ചു കീറി തിന്നുന്ന ആ ഒരു നിലപാടാണെന്നില്ല, പെണ്ണെന്നില്ല. ഇത് ഞാൻ ഇതിനു മുമ്പ് ഒരുപാട് തവണ പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പം ഇന്ന് ശരിക്കും എൻ്റെ വീഡിയോയുടെ താഴെ ഒരു ഗെയിമിംഗ് എന്ന് പറയുന്ന ആ പുള്ളിക്കാരനെ ഒരിക്കലും, ആ പുള്ളിക്കാരിയോ പുള്ളിക്കാരനോ ഒരിക്കലും ഒരു മനുഷ്യൻ എന്നുള്ള ഒരു ഗണത്തിൽ എനിക്കൊരിക്കലും പെടുത്താൻ വേണ്ടിയിട്ട് പറ്റൂല. മാനുഷികമായ ഒരു മൂല്യവും ഇല്ലാത്ത ഒരുപാട് ആളുകളാണ് എൻ്റെ വീഡിയോയുടെ താഴെ വന്ന് എന്നെ ഉപദേശിക്കുന്നത്, അല്ലെങ്കിൽ എന്നെ പറയുന്ന ഒരു കാര്യമുണ്ട്, നിങ്ങൾ തൗബ ചെയ്യുക, അല്ലെങ്കിൽ നിങ്ങൾ അള്ളാൻ്റെ അടുത്ത് അടുക്ക്, അള്ളാൻ്റെ മുമ്പിൽ നിങ്ങൾക്ക് പ്രീതി കിട്ടട്ടെ, നിങ്ങളിങ്ങനെയൊക്കെ ചെയ്യുന്നില്ലേ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ അമ്മ എന്നെ വളർത്തിയതും മാനുഷികമായ മൂല്യങ്ങൾ ഉയർത്തി നിർത്തണം എന്നുള്ള ഒരു കാര്യം പറഞ്ഞിട്ട് തന്നെയാണ്. അതേ കണക്ക് തന്നെ ഞാൻ എൻ്റെ മക്കളെയും വളർത്തുന്നത് ആ ഒരു രീതിയിൽ തന്നെ. പക്ഷെ കുറച്ചുകൂടി ബോൾഡായിട്ട് ഞാൻ എൻ്റെ മക്കളെ വളരാൻ വേണ്ടിയിട്ട് അവർക്കുള്ള ഒരു സ്വാതന്ത്ര്യം ഞാൻ കൊടുക്കാറുണ്ട്. അവർക്ക് ചിന്തിക്കാനും അവർക്ക് പ്രതികരിക്കാനും പ്രവർത്തിക്കാനുമുള്ള ഒരു സ്വാതന്ത്ര്യം ഞാൻ അവർക്ക് കുഞ്ഞുനാൾ മുതലേ കൊടുക്കാറുണ്ട്. അപ്പോൾ എൻ്റെ വീഡിയോയുടെ താഴെ വന്ന് ആ പുള്ളിക്കാരൻ ഇട്ടേക്കുന്ന ഒരു കമൻ്റ് എന്ന് പറയുന്നത്, എൻ്റെ മകളെ ഒരു പെണ്ണ് പിന്നെ സ്ഥിരമായിട്ട് എന്തോ പറയുന്നു, അതായത് എൻ്റെ മകള് സെക്ഷുവലി അബ്യൂസ് ആയ ഒരു കുട്ടിയാണ്, അല്ലെങ്കിൽ സെക്ഷുവലി അബ്യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരാളാണ്. എൻ്റെ മകളെന്ന് പറയുന്നത് 18 വയസ്സാണ്. ഇനി അതിന് മുമ്പുള്ള കാര്യമായിരുന്നാലും അതിന് ശേഷമുള്ള കാര്യമായിരുന്നാലും അതിനെതിരെ നിങ്ങൾ എന്തുകൊണ്ട് സംസാരിക്കുന്നില്ല എന്നാണ് ചോദിക്കുന്നത്. നമ്മൾ എന്തിനാണ് സംസാരിക്കേണ്ടത്? ഇപ്പോൾ ഒരുപാട് പിന്നെ സിനിമാ നടികൾ അവർ പോലും അറിയാതെ അവരുടെ നഗ്ന വീഡിയോകൾ പല സൈറ്റുകളിലും ഓടുന്നുണ്ട്. അവർ ഇതുവരെ ഉപയോഗിക്കാത്ത, നമുക്കറിയാം കാവ്യ മാധവൻ എന്ന് പറയുന്ന ആ ഒരു ആക്ടർ ഒരു തരത്തിലുള്ള ഗ്ലാമറസ് വേഷങ്ങളും ധരിക്കാത്ത ഒരു
പുള്ളിക്കാരത്തിയാണ്. ആ പുള്ളിക്കാരത്തിയുടെ തന്നെ ഗ്ലാമറസ് ആയിട്ടുള്ള വേഷങ്ങൾ ഇട്ടിട്ടുള്ള ഒരുപാട് ഫോട്ടോസ് നമ്മൾ ഫേസ്ബുക്കിൽ കയറി കഴിഞ്ഞാൽ കാണാൻ വേണ്ടിയിട്ട് പറ്റും. അതുപോലെ തന്നെ നമ്മളെ ഹെലൻ ഓഫ് സ്പാർട്ട എന്ന് പറയുന്ന പുള്ളിക്കാരത്തി ഒരു സോഷ്യൽ ഫിഗറൊക്കെ ആകുന്ന ആ ഒരു ടൈമിൽ, അതായത് വളരെ ചെറിയ കൊച്ചായിരുന്ന സമയത്ത്, പിന്നെ എനിക്കൊന്നൊന്ന് ഒരു 5 വർഷങ്ങൾക്ക് മുമ്പായിരിക്കും, ആ ഒരു പെൺകുട്ടിയുടെ ഒരു ഫോട്ടോ അതിൻ്റെ തല മാത്രം വെട്ടിവെച്ച് അതിൻ്റെ നേക്കഡ് വീഡിയോ എന്ന് പറഞ്ഞുകൊണ്ട് പബ്ലിഷ് ആയിട്ടുണ്ടായിരുന്നു ഒരു സൈറ്റിൽ. അപ്പോൾ ആ ഒരു സൈറ്റ് എന്ന് പറയുന്നത് പുള്ളിക്കാരത്തി അതിൻ്റെ ആ സൈറ്റ് ഓണറിനെ അടക്കം പിടിച്ച് പിന്നെ പോലീസ് സ്റ്റേഷനിൽ അതിൻ്റെ തെളിവുകളോടുകൂടി കൊണ്ടുവന്ന് കൊടുത്തിട്ടും ഇന്നും ആ കേസ് ഒരിടത്തും എത്തിയിട്ടില്ല എന്നുള്ളതാണ് വേറൊരു വിഷയം. അപ്പം ഇവിടെ എന്ന് പറയുന്നത് ജനങ്ങളാണ് വിധി എഴുതേണ്ടത്. സോഷ്യൽ മീഡിയയിൽ ഒരു സംഭവം വരുന്ന സമയത്ത് ജനങ്ങളാണ് വിധി എഴുതേണ്ടത്. ഇപ്പം എൻ്റെ മകളായിരുന്നാലും എൻ്റെ മകളെക്കുറിച്ച് പറയുന്ന ഒരു കാര്യമാണെങ്കിലും ഞങ്ങൾ ജീവിക്കുന്നത് ഒരു ചുറ്റുപാടിലാണ്, ഞങ്ങൾ ജീവിക്കുന്നതൊരു പിന്നെ സമൂഹത്തിലാണ്. ഈ സമൂഹം നമ്മുടെ ജീവിതം കാണുന്നുണ്ട്, അറിയുന്നുണ്ട്. അപ്പോൾ അവിടെ നമ്മളെ കാണുക പോലും ചെയ്യാത്ത ഒരു വ്യക്തി എന്തോ പറയുന്നു എന്ന് പറയുന്നത് അതിനെ വലിയ കാര്യമായിട്ട് എടുത്തുകൊണ്ട് വന്ന് നിങ്ങൾ പറയുമ്പോൾ അതിൽ അള്ളാനെയും കൊടുക്കുന്ന കുത്തി നിറയ്ക്കുന്ന ആ ഒരു വൃത്തികെട്ട സംസ്കാരം ഉണ്ടല്ലോ, അത് ശരിക്ക് എന്നെ പോലൊരു സ്ത്രീക്ക്, അതായത് ഞാൻ വേറൊരു കാസ്റ്റിൽ നിന്ന് വന്ന ഒരാളാണ്, അപ്പം എന്നെ പോലൊരു സ്ത്രീക്ക് അത് പരിഹാസമായിട്ടേ തോന്നുള്ളൂ. ശരിക്കും പറഞ്ഞാൽ അത് ഒരു പരിഹാസമായിട്ടേ തോന്നുള്ളൂ. പിന്നെന്ന് പറയുന്നത് ഒരുവന്റെ വിശ്വാസം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ അവൻ വളർത്തിയെടുക്കുന്ന സംസ്കാരം എന്ന് പറയുന്നത്, അതൊക്കെ നമ്മളെ ജീവിതവും ജീവിത ചുറ്റുപാടുകളും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ടിട്ട് അങ്ങനെ നമുക്ക് നേടിയെടുത്ത് നമ്മൾ കൊണ്ടുവരുന്ന ഒരു കാര്യമാണ്. അതിനിപ്പോൾ വേണമെങ്കിൽ നമുക്ക് പ്രതികരിക്കാം. പക്ഷെ പ്രതികരിക്കുമ്പോഴും അവർ വീണ്ടും പറയാൻ പോകുന്നത് എൻ്റെ മകളുടെ ഗുഹ്യസ്ഥാനം പറഞ്ഞിട്ട്, അല്ലെങ്കിൽ എൻ്റെ മകളുടെ സെക്ഷുവൽ ആയിട്ടുള്ള, ഇപ്പം അവരാധിച്ച് ജീവിക്കണം എന്ന് വിചാരിക്കുന്ന ഒരു വ്യക്തി എന്ന് പറയുന്നത് അവരാധിച്ച് തന്നെ ജീവിക്കുകയുള്ളൂ. ഇപ്പം എൻ്റെ മകള് അങ്ങനെ ആ ഒരു രീതിയിൽ ജീവിക്കണം എന്ന് അവൾ തീരുമാനം എടുത്താൽ അവൾക്ക് അങ്ങനെ തന്നെ ജീവിക്കും. പെറ്റുമ്മയായ ഞാൻ അവളുടെ പിന്നാലെ പോയാലും അവള് അങ്ങനെ തന്നെ ജീവിക്കുള്ളൂ. പക്ഷെ നമ്മുടെ ജീവിത സാഹചര്യങ്ങളും സംസ്കാരവും ഒക്കെ നിലനിർത്തിക്കൊണ്ട് ജീവിക്കണം എന്നുള്ളത് നമുക്ക് പഠിപ്പിച്ചു കൊടുക്കാൻ പറ്റും. എൻ്റെ മക്കളെ ഞാനത് പഠിപ്പിച്ചിട്ടാണ് വളർത്തുന്നത്. അവരത് ഇന്ന് വരെയും നിലനിർത്തിക്കൊണ്ട് തന്നെയാണ് അവർ ജീവിക്കുന്നത്. അപ്പം നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും? അതിനെ ഒന്നുകിൽ അതേ സംസ്കാരത്തിൽ നമ്മൾ തിരിച്ചടിക്കണം. എന്നെ സംബന്ധിച്ചിടത്തോളം അതിന് സാധിക്കില്ല. കാരണം എൻ്റെ ചുറ്റിനുമുള്ള ആളുകൾ എന്ന് പറയുന്നത് എന്നെ ഭയങ്കര റെസ്പെക്റ്റ് ചെയ്യുന്ന ഒരു സമൂഹമാണ്. എൻ്റെ നാടെന്ന് പറയുന്നത്, എൻ്റെ വീടെന്ന് പറയുന്നത്, എൻ്റെ മക്കളെന്ന് പറയുന്നത്. ഞാൻ എൻ്റെ വായിൽ നിന്നും ഒരു ബാഡ് വേർഡ് എൻ്റെ മക്കളെ ഞാൻ വിളിക്കാറില്ല. എൻ്റെ മക്കളത് കേൾക്കാറില്ല. ഒരു ലൈവിൽ എടാ എന്നൊരു വിളി ഞാൻ ഒരാളിനെ വിളിച്ചിട്ടുണ്ടായിരുന്നു. അന്ന് എൻ്റെ മോൾക്ക് 6 or 7 വയസ്സെങ്ങാണ്ടേ ഉള്ളൂ. ആ 7 വയസ്സിൽ എൻ്റെ മോള് പറയുന്നു, ഉമ്മച്ചി ലൈവ് ഇടുന്നത് എടാ പോടാന്ന് വിളിക്കാനാണോ? അപ്പം അത്രത്തോളം എൻ്റെ മക്കളത് കേട്ടിട്ടില്ല, അവരത് കേട്ട് വളർന്നിട്ടില്ല. പിന്നെന്ന് പറയുന്നത് എൻ്റെ സമൂഹം എന്നെ കാണുന്നത് എങ്ങനെയും നമുക്ക് ജീവിക്കാം. ഇപ്പോൾ പച്ചത്തെറി വിളിച്ചിട്ട് മുണ്ടുപൊക്കി കാണിച്ചിട്ട് അങ്ങനെയൊക്കെ നമുക്ക് ജീവിക്കാം. പക്ഷേ സമൂഹം നമ്മളെ വിലയിരുത്തുന്ന നമുക്കൊരു വില തരും. നമ്മുടെ സമൂഹം, നമ്മുടെ ചുറ്റുപാട് നമുക്കൊരു വില തരും. അയ്യോ ആ താത്ത ഇങ്ങനെയാണ്, ഈ ഒരു രീതിയിലാണ്. ആ ഒരു റെസ്പെക്റ്റ് നമ്മൾ എപ്പോഴും കീപ്പ് ചെയ്യണം എന്നുള്ളതാണ്. അപ്പം അതുകൊണ്ട് തന്നെ സോഷ്യൽ മീഡിയയിൽ നമുക്കെതിരെ വരുന്ന ആരോപണം, ഈ ഒരു തലത്തിൽ വരുന്ന ഒരു ആരോപണത്തിന് മറുപടി കൊടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനങ്ങനെയല്ല മറുപടി കൊടുക്കേണ്ടത്. അതിന് മറുപടി കൊടുക്കേണ്ട സമയത്ത് ആ കൃത്യമായ ഒരു മറുപടി ഞാൻ കൊടുക്കുക തന്നെ ചെയ്യും. അല്ലാതെ ഇങ്ങനെ വളവളാന്ന് ഇങ്ങനെ വഴി കൂടി പോകുന്ന ഭ്രാന്തി പല തെറികളും വിളിക്കും. നമ്മൾ അതിനനുസരിച്ചിട്ട് തെറി വിളിക്കണമെങ്കിൽ നമ്മളും അവരെ പോലെ ഭ്രാന്തി ആയിരിക്കണം. അല്ലാത്ത പക്ഷം നമുക്കത് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റില്ല. അപ്പം അതുകൊണ്ട് തന്നെ ഞാൻ പറഞ്ഞു വന്നത്, ഈ അബ്യൂസ് എന്ന് പറയുന്നത് പലതരത്തിലുണ്ട്. ഈ അബ്യൂസ് പലതരത്തിലുണ്ട്. അത് ആണുങ്ങൾ മാത്രമാണ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഇത്തരം റേപ്പുകൾ മാത്രമാണ് അബ്യൂസ് എന്ന് പറയുന്നതിലൊന്നും ഒരു കാര്യവുമില്ല. നമ്മുടെ സമൂഹത്തിൽ സോഷ്യൽ മീഡിയയിൽ ഇന്നും ദിനം പ്രതി എത്രയോ മക്കള് ഇതുപോലെ അബ്യൂസിന് ഇരയാകുന്നുണ്ട്. അതുപോലെ തന്നെ പിന്നെ മനോധൈര്യമുള്ളവർ പിടിച്ചു നിൽക്കുന്നവരുണ്ട്, ചിലർ ആത്മഹത്യ ചെയ്യുന്നവരുണ്ട്. ഇതുപോലെ ആ ഒരു പെൺകുട്ടിയും അവൾക്ക് ഓർമ്മ വന്നു കഴിഞ്ഞപ്പോൾ ആ പെൺകുട്ടി ഒരു 13 വയസ്സ് എന്ന് പറയുന്നത് ജീവിതത്തിൻ്റെ ഭയങ്കര വർണ്ണാഭമായ
ഒരു ജീവിതം സ്വപ്നം കാണുന്ന ഒരു പ്രായമാണ് നമ്മളെ ലൈഫിൽ ഹോർമോൺ ചേഞ്ചസ് ഒക്കെ വന്ന് നമുക്ക് ഇതര ലിംഗത്തിലുള്ള ആളുകളുമായി ഒരു അട്രാക്ഷൻ തോന്നി തുടങ്ങുന്ന ഒരു പ്രായം. ആ ഒരു പ്രായത്തിലാണ് ആ പെൺകുട്ടിയെ വലിച്ച് കീറ തുണി പോലെ ആക്കി തീർത്തത്. ആ കുട്ടിക്ക് മെന്റലി ആ കുട്ടി ഓക്കെ ആയിരുന്നിരിക്കില്ല, ശാരീരികമായിട്ട് ഒട്ടും തന്നെ ഓക്കെ ആയിരുന്നിരിക്കില്ല. അതിന്റെ ശരീരത്തിന്റെ വേദനകൾ പറഞ്ഞ് ആ കുട്ടി കരയുന്നുണ്ടായിരുന്നപ്പോൾ പോലും ആ കുട്ടിയെ വെറുതെ വിട്ടിട്ടില്ല എന്നുള്ളതാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇതിന് നിയമം കയ്യിലെടുത്ത ആ ആളുകളെ ഒരമ്മ എന്നുള്ള നിലയിൽ എനിക്ക് ഒരിക്കലും അവരെ കുറ്റം പറയാൻ വേണ്ടിയിട്ട് സാധിക്കുന്നില്ല. നിയമം കയ്യിലെടുത്ത ആ ആളുകളെ ഉപദ്രവിച്ച ആ 3 ഹോട്ടലുകളും JCB കൊണ്ടുവന്ന് ഇടിച്ചു നിരത്തി എന്നാണ് പറയുന്നത്. അപ്പം അതിന്റെ നേരെ ഇനി നിയമപരമായിട്ടുള്ള ആക്ഷനൊക്കെ ഉണ്ടാവുമായിരിക്കും. പക്ഷെ ഒരമ്മ എന്നുള്ള നിലയിൽ അല്ലെങ്കിൽ ഒരു സ്ത്രീ എന്നുള്ള നിലയിൽ അവർ ചെയ്ത ആ കാര്യത്തിന് ഒരിക്കലും എനിക്ക് തെറ്റ് എന്ന് പറഞ്ഞിട്ട് പറയാൻ വേണ്ടിയിട്ട് സാധിക്കുന്നില്ല. അപ്പൊ ഇത്തരം കാര്യങ്ങൾക്ക് ജനങ്ങൾ തന്നെ മുന്നിട്ടിറങ്ങി അവർക്ക് വേണ്ടുന്ന ഒരു ശിക്ഷ കൊടുക്കുക എന്നുള്ളതാണ്. അല്ലാതെ നമ്മൾ കൊടുക്കുന്ന ടാക്സിന്റെ പണം കൊണ്ട് നമ്മുടെ മക്കളെ തന്നെ റേപ്പ് ചെയ്യുന്ന അല്ലെങ്കിൽ നമ്മുടെ മക്കളുടെ ജീവിതം തന്നെ നശിപ്പിക്കുന്ന ഇവന്മാരെയൊക്കെ തീറ്റി പോറ്റുന്നതിനേക്കാൾ ഭേദം ആ നാട്ടിലുള്ള ആളുകൾ ചെയ്ത ഒരു കാര്യം തന്നെയാണ്. അപ്പൊ ഇതുപോലെ തന്നെ നമ്മുടെ കൺമുന്നിൽ കാണുന്ന ഈ അക്രമത്തെ നമ്മൾ ചെറുക്കേണ്ടത് നമ്മൾ തന്നെയാണ് എന്നുള്ളതാണ്. അല്ലാതെ അതിനെ കൊണ്ടുവന്നിട്ട് നിന്റെ മകൾ ഒന്നും പറയാനില്ലടേ, ഒന്നും പറയാനില്ല. ഈ ഒരു സംഭവം ഞാൻ റിയാക്ട് ചെയ്യാൻ തന്നെ എനിക്ക് സാധിക്കുന്ന ഒരു കാര്യമായിരുന്നില്ല. കാരണം എൻ്റെ മകൾ ഇപ്പൊ നേരിട്ട് കൊണ്ടിരിക്കുന്ന ഒരു വിഷയമായതുകൊണ്ട് തന്നെ അത് പലപ്പോഴും എനിക്ക് ഇത്രയും ബോൾഡായിട്ട് തന്നെ ആ കാര്യം പറയണമെന്ന് തോന്നിയത് കൊണ്ട് തന്നെയാണ് ഞാൻ ഈ വീഡിയോ ഇത്രയും ലേറ്റ് ആക്കിയത്. ഞാൻ 2-3 തവണ ഈ വീഡിയോ ഞാൻ എടുത്തിട്ട് ഞാനത് ഓഫ് ചെയ്തിട്ട് ഞാൻ പോവുകയാണ് ചെയ്തത്. അപ്പൊ അതാണ് നമ്മുടെ മുന്നിൽ മറ്റ് ഏത് മക്കളായിരുന്നാലും, ഇനിയിപ്പോ നമ്മൾ മച്ചിയായിരുന്നാൽ പോലും ഒരു മക്കളെ പറയുന്നത് കണ്ടു കഴിഞ്ഞാൽ അവരുടെ ചെകിടടിച്ച് പൊട്ടിക്കാനുള്ള ഒരു തൻ്റെ ഇടം നമുക്ക് ഉണ്ടാവണം എന്നുള്ളതാണ്. ഏതെങ്കിലും ഒരു മൂലക്കകത്തിരുന്ന് ഏതെങ്കിലും ഒരു ബിൽഡിങ്ങിന്റെ അകത്ത് ഒരു മൂലക്കകത്തിരുന്നുണ്ട് ആർക്കും എന്തും പറയാം. ധൈര്യമുണ്ടെങ്കിൽ ഇത് പറയുമ്പോൾ പറയുന്ന ആളിന്റെ മുന്നിൽ വന്ന് നിന്ന് പറയാനുള്ള ഒരു ധൈര്യം കാണിക്കും. ഇപ്പൊ എൻ്റെ മോളെ പറയുന്നുണ്ട് എങ്കിൽ ഓഫ് കോഴ്സ് തീർച്ചയായിട്ടും നിങ്ങൾ എൻ്റെ മുന്നിൽ വന്ന് നിന്ന് നിങ്ങൾക്ക് പറയാനുള്ള ഒരു ധൈര്യം നിങ്ങൾ കാണിച്ചാൽ അതിന് നമുക്ക് മറുപടി കൊടുക്കാമെന്നല്ലാതെ ഇത്തരം സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ നമുക്ക് അതിന് മറുപടി കൊടുക്കാൻ വേണ്ടിയിട്ട് സാധ്യമല്ല. അങ്ങനെ നമ്മൾ മറുപടി കൊടുത്താൽ നാളെ ഇതുപോലുള്ള ഒരു വിഷയം വരുന്ന സമയത്ത് അതിനെക്കുറിച്ച് സംസാരിക്കാൻ നമുക്ക് ഒരു അധികാരവും ഇല്ല, ഒരു അവകാശവും ഇല്ല എന്നുള്ള ഒരു കാര്യമാണ്. ഓക്കെ.